കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിനക്കിവിടുന്ന് പോകാൻ കഴിയില്ല. നിനക്കിവിടുന്ന് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞതല്ലേ? നിന്നെ ഞാൻ നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിനക്കെന്താ വേണ്ടത്? എന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്കെന്താ വേണ്ടതെന്നോ? നമ്മുടെ വിവാഹത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന നീ ഇവിടുന്ന് പോയി തരണം. പക്ഷെ അത്ര പെട്ടെന്ന് നീ ഇവിടുന്ന് പോയി തരുന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം. എന്തിനാ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നത് ഭവാനി? നീ എവിടെ പോകാനാണോ ആഗ്രഹിച്ചത് അവിടെ ഞാൻ തന്നെ കൊണ്ടുപോകാം. നിന്നെ കൊണ്ട് എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അവള് ഒരു പക്ഷെ എന്റെയും അർജുന്റെയും വിവാഹത്തിന് തടസ്സമായിട്ട് നിൽക്കും. പിന്നെ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇതിന് കുറുകെ നിന്ന് മുടക്കാൻ ശ്രമിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാനതൊക്കെ മുൻപേ ആലോചിച്ചതാ. എന്റെ മുഴുവൻ ശക്തിയും പ്രയോജനപ്പെടുത്തി എന്നെ കൊണ്ട് മാത്രമല്ലാതെ മറ്റാർക്കും സാധിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അവളെ പാവയാക്കി മാറ്റിക്കഴിഞ്ഞു. എന്നെ കൊണ്ട് മാത്രമല്ലാതെ മറ്റാരെ കൊണ്ടും ഭവാനിയെ മനുഷ്യനാക്കി മാറ്റാൻ കഴിയില്ല. നിങ്ങൾക്കറിയാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട് ഗുരുജി. എന്താ അത്? ആ പാവയെ ഭവാനിയാക്കി മാറ്റി കഴിഞ്ഞതിന് ശേഷം അത് താഴെ വീണുടയാൻ ഇടയായാലോ, അതിന് മറ്റെന്തെങ്കിലും സംഭവിച്ചാലോ, പിന്നെ ഭവാനിയുടെ രൂപം തിരികെ കിട്ടാൻ പിന്നെ ഒരിക്കലും സാധിച്ചെന്ന് വരില്ല. നിങ്ങൾ എന്നെ ഇവിടുന്ന് സ്വതന്ത്രയാക്കി വിടുന്നത് വരെയും ഭവാനിയെ നിങ്ങൾക്ക് മനുഷ്യരൂപത്തിൽ കാണാൻ കഴിയില്ല. ഭവാനിക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്ത് പ്രയാസം വന്നാലും ഈ അമ്മയാണ് അവൾ ആദ്യം വിളിക്കുന്നത്. അമ്മ എപ്പോഴും അവളുടെ കൂടെ ഉണ്ടാവുമെന്നുള്ള വിശ്വാസം അവൾക്കൊരു ധൈര്യമായിരുന്നു. എന്റെ ഭവാനിയെ അവിടെ നിന്ന് എന്നെ രക്ഷിക്കണം. അമ്മയെ മാത്രം വിശ്വസിക്കുന്ന ഭവാനിയെ കൈവിടരുത്. നാഗദേവതേ, എന്റെ അനുജത്തി ഭവാനി എനിക്ക് ജീവനാണ്. എന്റെ അനുജത്തി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എങ്ങനെയെങ്കിലും എന്റെ അനുജത്തി രക്ഷിക്കണം അമ്മേ. എന്നെ സുമംഗലിയായി മാറ്റിയ അമ്മയ്ക്ക് തന്നെ ഭവാനിയെ മനുഷ്യരൂപത്തിൽ മാറ്റാൻ കഴിയില്ലേ അമ്മ? ഭവാനി ഒരുപാട് ആശയമുള്ള ഒരു കുട്ടിയാണ് അമ്മ. ഞങ്ങളുടെ ഭവാനിയെ നീ തന്നെ കാക്കണം അമ്മ. എന്റെ പേരക്കുട്ടിയെ നീ തന്നെ മനുഷ്യ സ്ത്രീയായിട്ട് മാറ്റണം. മനുഷ്യ സ്ത്രീയായി മാറ്റി.
శోషణము జరుపంగా భోగి భూష భువనాళిని నిలుపవ అభయముద్రలోన നമക ചമകമുല നാദാന അമ്മേ നാഗദേവതേ, അവിടുന്ന് തന്നെ എന്റെ കൊച്ചുമോളെ സംരക്ഷിക്കണേ. അവിടുന്ന് തന്നെ. വന്നാലും അമ്മേ, വന്നാലും നാഗദേവതേ, എന്റെ കൊച്ചുമോളെ രക്ഷിക്ക്. അവളെ മനുഷ്യ സ്ത്രീയായി മാറ്റി. നീ എന്ത് ചെയ്താലും എങ്ങനെയൊക്കെ ശ്രമിച്ചാലും പാവയെ ഭവാനിയാക്കി മാറ്റാൻ നിനക്ക് കഴിയില്ല. కదిలాడు ధరణికి కాంతిమయుడు కరుణాతరంగుడై ప్రణవధరుడు జ్ఞాన ప్రభారాసి దివ్య త్రినేత్రం వేద వేదాంతార్థ జ్యోతి స్వరూపం కైలాస శిఖరాలు నిజ భుజ స్కందాలు కరుణా సముద్రాలు స్వామి కనులు శిరసుకే చలువ ఆ చలువ గంగా ఉదిపికే తలుపు ఆ చంద్రవంక నెమలిపించము పోలు నీలకంఠం తెలిమప్పులే విభూతి భస్మం అభయ ప్రళయ శక్తి ఆ త్రిశూలం అక్షర వ్యాకృతుల ఆకృతే డమరుగం ఫణిభూషణం వాయ సత్వరాజం సంధ్య సాంకుల నగస వ్యాఘ్ర చర్మం సప్తతాండవగతుల నటరాజపాదం బ్రహ్మాది దేవతలు మృత్యేటి పాదం దివి నుండి దిగిరాగ ఇలకే దివి నుండి దిగిరాగ ఇలకే ప్రమోదం മോളെ పాహి పాహి అనే పరమ భక్తుడే సోహి అంటూ నిందించగా భూషణలు భూషణముగా చేసుకొని చేరే నాగభూషణుడైన నగరాజు రానే దైవం మానుష రూపేణ അമ്മേ, ഇതെങ്ങനെ സംഭവിച്ചു? എങ്ങനെയെന്ന് ഭവാനി, എന്തിനാ എന്റെ അർജുനെ ഇങ്ങനെ ആലിംഗനം ചെയ്തിരിക്കുന്നത്? എനിക്കിത് കാണാൻ പറ്റില്ല. എന്റെ അർജുനെ,
മറ്റൊരു സ്ത്രീ സ്പർശിക്കുന്നത് കാണുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. വീണ്ടും കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. അർജുന്റെ സ്നേഹത്തിൽ അലിഞ്ഞു ചേരേണ്ടത് ഞാനാണ്, അവളല്ല. ഭവാനി, എനിക്കത് സഹിക്കാൻ പറ്റില്ല. എനിക്ക് കാണണ്ട. എന്ത് സുന്ദരനാണ് അവൻ. പുരുഷന്മാർക്കിടയിലെ തിലകക്കുറിയായും രാജാക്കന്മാർക്ക് മഹാരാജാവായിട്ടും ഉള്ള അവന്റെ കണ്ണുകളിലെ തേജസ്, പൗരുഷം തുളുമ്പുന്ന ശരീരം, ചുറ്റിനുള്ള കണ്ണുകളെ വലയിൽ വീഴ്ത്തുന്ന അവന്റെ നോട്ടം, വീരന്മാരുടെ അടയാളമായ അവന്റെ തന്റേടം, കണ്ട മാത്രയിൽ തന്നെ സ്ത്രീകൾ മയങ്ങി വീഴുന്ന പൗരുഷം. ഇവനെ കാണുമ്പോഴേ ഞാൻ മയങ്ങിപ്പോവാ. ജീവിക്കുന്നുണ്ടെങ്കിൽ ഇവനൊപ്പം ജീവിക്കണം. ഇനി മുതൽ അതായിരിക്കും എന്റെ ലക്ഷ്യം. സകല കലകളും ഗുണങ്ങളും സംഗമിച്ച ഒരാൺ രൂപം ഈ വീരനൊപ്പം ജീവിക്കാൻ കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും. ഇനി നീ തന്നെ എനിക്ക് എന്റെ പുരുഷനായി വരണം. ഒറ്റ നോട്ടത്തിൽ തന്നെ നീ എന്റെ മനസ്സിനെ ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ട് നിറക്കിയാണ്. മറ്റാരും പ്രവേശിക്കാത്ത എന്റെ ഹൃദയവാതിൽ നീ തുറന്ന് അതിനുള്ളിൽ പ്രവേശിച്ച് എന്റെ മനസ്സിനെ പുളകം കൊള്ളിക്കുകയാണ്. ഈ നിലാവിൽ നിന്റെ ചന്തം നോക്കി നിന്നൊരു ചന്ദ്രനും എൻകിനാവിൻ മഞ്ചലിൽ വെൺപ്രാവ് പോൽ കുറുകുന്നുവോ.
പ്രണയിക്കുന്നവൻ എന്നെ മാത്രമേ പ്രണയിക്കൂ. കാറ്റിനെ പ്രണയിച്ചതോ കാറ്റേ നീ എന്നെ തന്നെ വിവാഹം ചെയ്യണം. മഞ്ഞു മൂടും മന്ദാരം തിന്നൽ മൂളും കിന്നാരം. ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഈ വീരൻ എനിക്ക് തന്നെ സ്വന്തമാകണം. അത് മറ്റാർക്കും സ്വന്തമാകരുത്. എന്നെ അല്ലാതെ മറ്റാരെയും ഒരിക്കലും പ്രണയിക്കാനും പാടില്ല, ആഗ്രഹിക്കാനും പാടില്ല. അവന്റെ മനസ്സിൽ എനിക്കല്ലാതെ മറ്റാർക്കും ഒരു സ്ഥാനവും ഉണ്ടായിരിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിക്കരുത്. ഞാൻ പ്രണയിച്ചവൻ എന്റെ മാത്രമാണെന്ന് കരുതുന്നവൻ മറ്റൊരുവളുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. എന്നെ അല്ലാതെ മറ്റാരെങ്കിലും ഇവൻ വിവാഹം ചെയ്താൽ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. അവർക്ക് നാഗമാതാവിന്റെ ആശീർവാദം ഉള്ളതാ. നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ മായേ? നീ പാവയാക്കി മാറ്റിയ ഭവാനിയെ മനുഷ്യനാക്കി മാറ്റാൻ പറ്റില്ലെന്ന് നീ പറഞ്ഞതല്ലേ? ഞാൻ എന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് എനിക്ക് മാത്രമല്ലാതെ മറ്റാർക്കും മാറ്റാൻ കഴിയാത്ത രീതിയിൽ ഭവാനിയെ ഞാൻ പാവയാക്കി മാറ്റിയിട്ടുണ്ട്. പാവ ഭവാനിയായിട്ട് മാറിയത് നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? അതോ നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ലേ? നീ വലിയ ശക്തിശാലിയാണെന്നല്ലേ എന്നോട് പറഞ്ഞത്? നിന്റെ കയ്യിലെന്തോ പ്രത്യേക ശക്തിയുണ്ടെന്നും പറഞ്ഞിരുന്നു. പക്ഷേ നീ ചിന്തിച്ച് നിർത്തുന്ന ചിന്തിച്ച് തുടങ്ങാൻ കഴിയുന്നവർ ഈ ലോകത്തുണ്ട്. അത് നീ മനസ്സിലാക്കാതെ പോയി. നീ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നെന്ന് കരുതി ഞാനത് കണ്ടിട്ട് ഒന്നും മിണ്ടാതെ ഇതിനുള്ളിൽ അടങ്ങിയിരിക്കുമെന്ന് കരുതിയോ? ഇവളുടെ അഹംഭാവം ഇനിയും ശമിച്ചിട്ടില്ല. ഭവാനി, ഏട്ടൻ എന്നെ വിചാരിച്ച് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വിഷമം മാത്രമല്ല മോളെ, നീ ഈ രൂപത്തിൽ മടങ്ങി വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ഹൃദയം നിലച്ചു പോയേനെ. മോളെ ഭവാനി, മുത്തശ്ശി, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാ നാഗദേവത എന്നോട് കരുണ കാണിച്ചത് മുത്തശ്ശി. ഏട്ടത്തി, ഭവാനി, നിന്നെ ഇപ്പൊ കാണാൻ കഴിയുമെന്ന് വിചാരിച്ചതേ ഇല്ല. അമ്മേ നാഗദേവതേ, ഞങ്ങളെ അങ്ങേക്ക് സന്തോഷത്തോടെ കാണേണ്ടത് കൊണ്ടാണ് ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതമ്മേ. അവിടുത്തെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് എന്റെ കൊച്ചുമോളെ പഴയ രൂപത്തിൽ എനിക്ക് കാണാൻ പറ്റിയത്. നിനക്ക് 1000 നമസ്കാരം അമ്മേ. അമ്മേ, നീ കരുണ കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്റെ അനുജത്തി എനിക്ക് തിരിച്ചു കിട്ടില്ലായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട് അമ്മേ. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്റെ ഭവാനിയെ എനിക്ക് തിരിച്ചു കിട്ടിയതമ്മേ. അമ്മയുടെ വലിയ മനസ്സിന് നന്ദി അമ്മേ. നാളെ എന്റെ അർജുന്റെയും ഭവാനിയുടെയും വിവാഹമാണ്. കൃത്യം മുഹൂർത്ത സമയത്ത് തന്നെ
താലി തിരികെ കൊണ്ട് നൽകി അവരുടെ വിവാഹം നടത്തുമെന്ന് അമ്മ വാക്ക് തന്നതാ. അമ്മ കൊടുത്ത ആ വാക്ക് പാലിക്കുമോ? എന്ന വാക്ക് ഞാൻ നിറവേറ്റും. എന്നെ കൊണ്ട് അതിന് സാധിച്ചില്ലെങ്കിൽ ഞാൻ സ്വയം നശിക്കുമെന്ന് നിങ്ങൾക്ക് വാക്ക് തന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അർജുന്റെയും ഭവാനിയുടെയും വിവാഹം ഉടനെ നടന്നേ തീരൂ. നിങ്ങൾ സന്തോഷമായി പോയി വരൂ. വാ മോളെ, വാ കൗസല്യേ. എനിക്ക് തന്ന വാക്ക് പാലിക്കാതെ എന്നെ ചതിച്ച നിങ്ങളെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. നിങ്ങളുടെ വിവാഹം നടക്കില്ല, നടത്താൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ അടിമയാക്കി കുഴിച്ചിടാൻ പോവുകയാണെന്ന് നീ അറിഞ്ഞിട്ടും നിന്റെ അഹങ്കാരം ശമിച്ചിട്ടേ ഇല്ലല്ലോ. എപ്പോഴും ആ ശിവലിംഗത്തിനടുത്തിരിക്കുന്ന ഗുരുജി എന്തിനാ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്? നാഗദേവതേ, വലിയ തെറ്റാ നിങ്ങൾ ചെയ്യുന്നത്. എന്നെ കുപ്പിയിൽ അടയ്ക്കാനായിട്ട് കൂട്ടുനിന്നിട്ട് നിങ്ങൾ വലിയ തെറ്റാ ചെയ്തത്. ഞാൻ വിവാഹം ചെയ്യാനിരുന്ന എന്റെ അർജുനെ ഭവാനിക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ നീ വാക്ക് കൊടുത്തല്ലേ? ആ വാക്ക് കൊടുത്ത് നീ വലിയ തെറ്റാ ചെയ്തിരിക്കുന്നെ. നീ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഉറപ്പായിട്ടും നിനക്ക് ശിക്ഷ കിട്ടിയിരിക്കും. ഉറപ്പായിട്ടും ഞാൻ ഇതിന് പകരം വീട്ടിയിരിക്കും നിന്നോട്. തെറ്റ് ചെയ്തത് ഞാനല്ല, നീയാണ്. ഇല്ല, നീയാണ് ചെയ്തത്. നീ അവരെ സഹായിക്കാമെന്ന് വാക്ക് കൊടുത്തതുകൊണ്ട് മാത്രം ആ വിവാഹം നടക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ?